ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഓട്ടോണോമസ് കോളേജസ് ആണ്. അപ്പം എന്താണ് ഓട്ടോണോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരെന്ന് പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോളേജസിൻ്റെ മാതിരി തന്നെ ഇവരെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവർക്കെന്ന് പറയുന്നത് അക്കാഡമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. അതായത് അവർക്ക് എന്തുണ്ട്, അക്കാഡമിക് കാര്യത്തിൽ അവർക്ക് സ്വന്തമായിട്ടൊരു സിലബസ്, സ്വന്തമായിട്ടൊരു കരിക്കുലം, അവർ സ്വന്തമായിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അവർക്കെന്ന് പറയുന്നത് അതായത് അവരുടെ സമയത്ത് ആണ് ചെയ്യുക. അതായത് ബാക്കിയുള്ള കോളേജസ് ചെയ്യുന്ന അതേ സമയങ്ങളിൽ തന്നെ ആവണമെന്നില്ല ഇവർക്കും ഉണ്ടാവണം എന്നുള്ളത്. അതായത് കറക്റ്റ് എല്ലാ സമയത്തും അതായത് കറക്റ്റായിട്ടാണ് എല്ലാം എന്തെന്ന് പറയുന്നത് ഫോളോ ചെയ്ത് പോവുക. അപ്പം ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, അവർക്ക് ഒരു അക്കാഡമിക് ഇൻഡിപെൻഡൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗ്രാൻഡഡ് ഓട്ടോണോമി ബൈ UGC. ബാക്കിയുള്ള കോളേജസിന് മാതിരി UGC ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്നതും. ഇവരിൽ ഇതെന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇന്നൊവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇറ്റ് ഹാവ് ഇംപ്രൂവ്ഡ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്. ഇനി അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അക്കാഡമിക് ഇൻഡിപെൻഡൻസ് ആണ്. രണ്ടാമത്തത് കരിക്കുലം ഡിസൈന്. അതായത് സ്വന്തമായിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് ദേ ഹാവ് ദെയർ ഓൺ കരിക്കുലം. ആൻഡ് അവരെന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റേർണൽ എക്സാമിനേഷൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു സെം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സെമ്മിൻ്റെ ഫസ്റ്റ് മന്തിലും ലാസ്റ്റ് മന്തിലും ഓരോ മന്തിൻ്റെയും ലാസ്റ്റ് വീക്കിലായിട്ട് എന്ത് നടത്തും, അതായത് ഫസ്റ്റ് ആൻഡ് 6th മന്തിൽ ലാസ്റ്റ് വീക്കിലായിട്ടാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാമിനേഷൻ, സെക്കൻഡ് ഇൻറ്റേർണൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 5th കണ്ടക്ട് ചെയ്യാം. ഇനിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ഡിഗ്രീസ്, അതും ഇവർക്കുണ്ടാവും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോണോമസ് കോളേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞു, കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്, റെഗുലർലി അവർ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ചേഞ്ചസിനനുസരിച്ച്, ഒരു സോഷ്യൽ ചേഞ്ചിനനുസരിച്ചിട്ട് എന്തൊക്കെയാണോ വേണ്ടത്, ഇപ്പോൾ ടെക്നോളജി ആണെങ്കിലും ടെക്നോളജി, ഇപ്പോൾ നമുക്കറിയാം ടെക്നോളജി കുറേ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കും, കരിക്കുലവും അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആണ് ഇവരുടെ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് സിസ്റ്റം, അതായത് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള കോളേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. കാരണം കറക്റ്റ് ടൈമിൽ പക്ക ഇവാലുവേഷൻ സിസ്റ്റമായിട്ട് തന്നെയാണ് ഇവർ കൊണ്ടുപോവുക. ഇനി എൻകറേജ്മെൻറ്റ് ഫോർ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച്, ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രി ട്രൈഅപ്സ്, ആൻഡ് ദെൻ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇനി ഇവിടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവർ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ, 1970 UGC ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തിരുന്നത്. ആദ്യമായിട്ടൊരു ഐഡിയ നമ്മൾ കൊണ്ടുവരുമല്ലോ, അത് കൊണ്ടുവന്നത് 1970. ദെൻ അതിൻ്റെ ഒരു ഫോർമലി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് എന്താണ്, പേപ്പർ വർക്ക്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഫോർമലി എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ നടന്നത് 1978. ദെൻ 1980 മുതൽ 1990s വരെ ഇതിൻ്റെ ഒരു ഓട്ടോണോമസ് കോളേജസ് ഇന്ത്യ മൊട്ടാകെ എന്താണ് എക്സ്പാൻഷൻ നടന്നു. ഇപ്പം കറൻ്റ്ലി നൗ അറ്റ് പ്രസൻറ്റ് ഹൺഡ്രഡ്സ് ഓഫ് കോളേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഒട്ടാകെ ഉണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഇപ്പം കോഴിക്കോടാണെങ്കിൽ തന്നെ ദേവഗിരി കോളേജ് ഉണ്ട്, പിന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈ, ലോയോള കോളേജ് ചെന്നൈ, ദെൻ PSG കോളേജ് ഓഫ് ടെക്നോളജി കോയമ്പത്തൂർ. ഇനി ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന മാതിരി തന്നെ ഇപ്പോൾ ഫീച്ചർ ഓട്ടോണോമസ് കോളേജ്, നോൺ ഓട്ടോണോമസ് കോളേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫീച്ചേഴ്സിൽ വരുന്നത് ഒന്നാമത്തത് കരിക്കുലം ഡിസൈനാണ്. ഓട്ടോണോമസ് കോളേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ദിയർ ഓൺ കോളേജ്. ആൻഡ് നോൺ ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ അതെന്താണ്, ഫിക്സ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ആണ്. എക്സാംസ് ആൻഡ് ഇവാലുവേഷനിൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻറ്റേർണലി, ആൻഡ് ഇൻ നോൺ ഓട്ടോണോമസ് കോളേജ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ യൂണിവേഴ്സിറ്റി. റിസൾട്ട് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ. ആൻഡ് മറ്റേതെന്ന് പറയുന്നത് കുറച്ചും കൂടി സമയമെടുക്കും. പിന്നെയെന്ന് പറയുന്നത് ഇന്നോവേഷൻ സ്കോപ്പ് എന്ന് പറയുന്നത് ഹൈ ആണ് ഓട്ടോണോമസ് കോളേജസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ, വൈൽ കമ്പയറിങ് വിത്ത് ദി നോൺ ഓട്ടോണോമസ് കോളേജ്. ഇനി ചാലഞ്ചസ് ഫേസ്ഡ് എന്ന് പറയുന്നത് നീഡ് ഫോർ അക്കൗണ്ടബിലിറ്റി, പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ നല്ല ലീഡർഷിപ്പും അതുപോലെ തന്നെ നല്ല പ്ലാനിങ്ങും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ നല്ല ലീഡർഷിപ്പ് വേണം എന്ന് പറയുമ്പോൾ അവിടെ നല്ലൊരു ലീഡർ ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു കോളേജിനെന്ന് പറഞ്ഞാൽ നയിക്കാൻ, ബാക്കിയുള്ള എല്ലാ സ്റ്റാഫിനെയും ടീച്ചേഴ്സിനെയും അഡ്മിനിസ്ട്രേഷൻസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് കോളേജിന് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, ഒരു ഓട്ടോണോമസ് കോളേജായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. ഇനി റിസ്ക് ഓഫ് ക്വാളിറ്റി വേരിയേഷൻസ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കീ ഫീച്ചേഴ്സ് പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു, നോൺ ഓട്ടോണമസ് അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോണമസ് ആൻഡ് നോൺ ഓട്ടോണമസ് കോളേജസ് പറഞ്ഞു, അതിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നല്ല എഡ്യൂക്കേഷൻ, അതായത് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കോളേജസിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ വൈറ്റൽ ഫോർ ഇംപ്രൂവിങ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. നീഡ് ഫോർ റിവ്യൂ, അതായത് റെഗുലർ റിവ്യൂവും അതുപോലെ തന്നെ UGCൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നതും ഈ ഒരു ഓട്ടോണോമസ് കോളേജിൻ്റെ ക്വാളിറ്റീനെയും ഇമ്പ്രൂവ്മെൻറ്റ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു.